റൈസ്, കറത്ത്, പച്ചക്കറികള് അതായത് 3500-3800 രൂപ അടുപ്പിച്ച് വരും. അടുത്ത ദിവസമായി. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി കിടന്ന് കുളിച്ച് രാവിലെ റെഡിയായി. നല്ല തണുപ്പുണ്ട് കേട്ടോ. കരോൾ ആക്ച്വലി സംഭവം എന്ന് പറയുമ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഓൺലൈനിൽ കണ്ട ഒരു ക്ലാസ്സിൽ കയറിയിട്ട് പൈസ കൊടുത്ത് മലയാളം പഠിക്കുവാണ് കേട്ടോ. ഒരാഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ മലയാളം ഓൾറെഡി നാട്ടിൽ നിന്ന് വായിക്കാൻ പഠിച്ചതാണ്. ഇപ്പം നോക്കിയപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആക്ച്വലി ഇവിടെ ക്രിസ്മസിന് വരായിരുന്നു. അപ്പോൾ സർപ്രൈസ് ചെയ്ത് നല്ലപോലെ പഠിച്ച് വയ്ക്കാൻ വേണ്ടി ഇരുന്നതാണ് പുള്ളിക്കാരി. എന്നെ പുള്ളിക്കാരി കുറേയൊക്കെ പഠിച്ചു കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. അടിപൊളി അടിപൊളി. എനിക്ക് വിശക്കുന്നു. കുടിക്കുന്നല്ല, കഴിക്കാം. വാ പോവാം. ഏത് ഇതാ? zucchini. ഇത് പൊട്ടാറ്റോസ്. ഇത് പൊട്ടാറ്റോസ്, zucchini, pumpkin. വേറെ എന്ത് ഫുഡ് ഉണ്ട്? വേറെ ഏതുണ്ട്? Outside. Outside. What is outside? I forgot. പുറത്ത്. പുറത്ത്. താ ഭക്ഷണം താ. ഫുഡ് താ. റൈസ്, കറത്ത്, പച്ചക്കറികള് Cut cam. Say that. Which one? Use ചെയ്യാം, not ഉപയോഗിക്കാം. You can just say use ചെയ്യാം. You don't have to say ഉപയോഗിക്കുക. ഉപയോഗിക്കുക എന്ന് പറയണ്ട, യൂസ് ചെയ്യാം. ഇംഗ്ലീഷിലെ യൂസ് പിന്നെ ചെയ്യാന്ന് വായിച്ചാൽ മതി. വെറുതെ ഉപയോഗിക്കുക എന്ന് പറയണ്ടെന്നാണ് എന്റെ അടുത്ത് പറയുന്നത്. എന്തെല്ലാം കേക്കണം. സേ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച. And there is one more, ഉണ്ണിയാഴ്ച. What is ഉണ്ണിയാഴ്ച? Just kidding. കൊറേ അടിപൊളിയായിട്ട് മലയാളം പഠിച്ചിട്ടുണ്ട്. ഇവിടെ റൈസ്, പിന്നെ ഇതെന്താ? ഇത് എന്തൊക്കെയുണ്ട് കേട്ടോ. പിന്നെ ബീൻസ്, കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി പോവാം. ഞാൻ പിയാനോ ക്ലാസ് ക്യാൻസൽ ചെയ്തു. Why? എന്തുകൊണ്ട്? മഹീൻ ലൈസ് ഉണ്ട്. പാൻ ഉണ്ട്. മാഹിന്റെ തലയിൽ ലൈസ് ഉണ്ട്. അവനെ മീൻസ് him. Yeah, you have lice. Yeah. മാഹിന്റെ തലയിൽ പേന ഉണ്ട്. മാഹിൻ പേന ഉണ്ട്. എന്റെ തലയിൽ പേനുള്ളതുകൊണ്ട് ഈ കാണുന്ന മെഡിസിൻ വെച്ച് എന്റെ തല ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാനിവിടെ ഇരിക്കുകയാണ്. കോമ്പ് ഉണ്ട്. എനിക്ക് കോമ്പ് ഉണ്ട്. മഹീൻ ഒരു ഗ്രേ ഹെയർ ഉണ്ട്. ഒരു വെള്ളമുടി. I start you. Es müsste so ein glatter Strich sein. So, guck mal, du ziehst du da rein. Aber du musst der Dings zeigen. Ja, der Roller. Kommt ja. Naked, I use some like this something. Yeah. When I was a little child, we used kerosene. Kerosene? Huh? It was really smelly. Mach ich. So, ja. Du komm da. Put your hands down. Hands down? Oh, I thought you know. എന്റെ തലയിൽ പാന് മുട്ടയിട്ട് നിരത്തിയിരിക്കുകയാണ് കേട്ടോ. Mach die ganze Ridge weiter einmal ein bisschen. There's a big one. Big one? Yeah. No. ഇപ്പോഴാണ് ഒരു സുഖമുള്ള. Wow. Carola massage.
You have a good future. കരോളയുടെ അമ്മ എപ്പോഴും ഫോട്ടോഗ്രാഫ് എടുത്തോണ്ടിരിക്കണം. ഹലോ. ഒരു മണിക്കൂറുള്ള ട്രീറ്റ്മെന്റ് ലാസ്റ്റ് പ്ലാസ്റ്റിക് കവർ വെച്ച് എന്റെ തല കെട്ടിയിട്ട് കേട്ടോ. Okay, I have it. Okay. And I put this to close it. Perfect. Yes. Meine! Hey, Und du bitte? don't play, you know. Don't play. തലയിൽ ഒരു 2 പാങ് കണ്ടുപിടിച്ചെന്നും പറഞ്ഞ് എന്റെ ഡ്രസ്സ്, എന്റെ സ്ലീപ്പിംഗ് ബാഗ് എല്ലാം കഴിപ്പിക്കണം. എല്ലാം കഴുകണോ? എല്ലാം കഴുകണോ? Ella wasche. എല്ലാം വാഷ്. Wasche ചെയ്യും. എന്റെ ബാഗിൽ നിന്ന് സ്ലീപ്പിംഗ് ബാഗ് വരെ എടുത്ത് എന്റെ ഡ്രസ്സ് എല്ലാം Be careful, there's a plant here, okay? തുണിയെല്ലാം കണ്ടില്ലേ? Show your hair. അല്ലേ നമ്മൾ ഞാനൊരു കർച്ചീഫൊക്കെ കെട്ടി തൽക്കാലം നമ്മള് വേറൊരു സ്ഥലത്തോട്ട് പോവാണ്, സിറ്റിയിലോട്ട് പോവാണ്. നല്ല തണുപ്പുണ്ട്. കരോള കൈവിട്ട് മാത്രമേ പോവുള്ളൂ കേട്ടോ. നല്ല തണുപ്പ് കേട്ടോ. സൈക്കിള് ചോട്ടുന്നോ? പയ്യ ചോട്ട്, പയ്യ ചോട്ട്, പീടി പോവല്ലേ. ഇവിടെ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഉള്ള ഡെക്കറേഷനും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രാസിന്റെ മെയിൻ സ്ക്വയർ. നമ്മളിവിടെ ബൈക്കൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരാളെ കാണാൻ വേണ്ടി പോവാണ്. കരോള മുമ്പ് താമസിച്ചിരുന്ന അവിടെയാണ് കേട്ടോ. Ja. Ich habe nicht so viel Zeit. Ni hao ma. Ja. Ich dachte schon, hä? Wieso? How are you? Good. Who am I? I know you. Oh, I know you too. Hi. Yeah. Let's go eat. Yeah, let's go. The thing is, I don't have a lot of time because of friends. Hello. Back together with my burgers. ഹായ് ജോയ്. ഇത് ജോയ് തായ്വാൻകാരിയാണ് കേട്ടോ. ഇവരുടെ അവിടെ കുറേ നാളായിട്ട് സ്റ്റേ ചെയ്യുവാണ്. നമ്മൾ ജസ്റ്റ് പുറത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ബർഗറും ഫ്രൈസൊക്കെ കഴിച്ചിറങ്ങി. കഴിച്ചിറങ്ങി. കുടിച്ചു മീൻസ് വി ഡ്രാങ്ക്. കഴിച്ചു. വി ഏറ്റ്. ഇപ്പൊ എവിടെ പോകുന്നു? ജ്യൂസ് കുടിച്ചു, ഫ്രൈസ് കഴിച്ചു. എവിടെ പോണു? ക്രിസ്മസ് മാർക്കറ്റിലേക്ക് പോകുന്നു. നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോവാണ്. ഇവിടെ ക്രിസ്മസ് സമയമാകുമ്പോൾ അവരുടെ മാർക്കറ്റുണ്ട്. പുറത്ത് മ്യൂസിക് കേൾക്കുന്നില്ല. അവിടെ ആരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് മാർക്കറ്റ്. സാധാരണ ക്രിസ്മസ് സമയങ്ങളിലാണ് ഇതുപോലുള്ള മാർക്കറ്റ് ഇതുപോലുള്ള യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ ഇടാറുള്ളത്. നല്ല രസമുണ്ടല്ലോ, കാണാൻ കൊള്ളാം അല്ലേ? അതെന്ത് അറിയില്ല. ഇതൊക്കെ നമ്മുടെ ഹിമാചലിൽ ഇതൊക്കെ കിട്ടും. ആ കണ്ടില്ലേ, നമ്മുടെ ഹിമാചലിലൊക്കെ കിട്ടുന്ന പോലത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ വിൽക്കുന്നത്. തണുപ്പിനുള്ള സംഭവങ്ങൾ, പിന്നെ ചെറിയ ചെറിയ സുവനീസ്. ഹിന്ദു ക്ഷേത്രത്തിലെ പോലെ, അതായത് നമ്മുടെ സ്മെല്ലേ അഗർബത്തീസ്, അതാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. ഇവിടെ നമ്മുടെ ബുദ്ധ നമ്മുടെ കുറച്ച് സിനമൺ നമ്മുടെ അത്ര എന്തോണം കേട്ടോ. എന്റെ അമ്മ 3600 രൂപയുടെ ഷോക്സ് ആണ് കേട്ടോ. സോക്സ് എത്ര രൂപ? ഇത് എത്ര രൂപ? എത്ര യൂറോ? ഇത് 40 യൂറോ. 40 യൂറോ ആണ് കേട്ടോ ഇതിന്റെ വില വരുന്നത്. അതായത് 3500-3800 രൂപ അടുപ്പിച്ച് വരും. നല്ല വിലയാണല്ലോ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഡൽഹിയിലൊക്കെ പോയാൽ ഈ സാധനമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഡൽഹിയിൽ 100 രൂപയ്ക്ക് കിട്ടുന്ന സാധനമാണ്. ചിലപ്പോൾ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പരന്ന് കിടക്കുവാണ് നമ്മുടെ മാർക്കറ്റ്.
There is nothing for Christmas. ക്രിസ്മസിന് വേണ്ടി ഒന്നുമില്ല. ഇല്ലല്ല, ക്രിസ്മസിനായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടില് എപ്പോഴും കിട്ടുന്ന സംഭവങ്ങൾ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വിൽക്കുന്നു. വേറെ രാജ്യത്തു നിന്നുള്ള സംഭവങ്ങൾ, പെയിന്റിങ് സംഭവങ്ങള്, അതൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്നത് നമ്മുടെ ആഫ്രിക്കയിലെ പല രാഷ്ട്രങ്ങളിലൊക്കെ ഉള്ള നമ്മള് അങ്ങനത്തെ കുറച്ച് ബഹുമൂടിയും സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. അതാണ് ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ്. നമ്മൾ കണ്ടില്ലേ ഗണേശ, നമ്മുടെ ഗണേശന്റെ ഒരു ചെറിയൊരു ഇതാണ് വെഡിങ് റിംഗ്. ക്രിസ്മസ് മാർക്കറ്റ് എന്നുള്ള പേരിൽ ക്രിസ്മസിന് ഒന്നും ഇല്ലാത്ത, ക്രിസ്മസിന് വേണ്ടി തന്നെ അതിനു വേണ്ടി ഒന്നും വിൽക്കാത്ത ഒരു മാർക്കറ്റാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ. ഒന്നുമില്ല ഇവിടെ, ഒന്നുമില്ല. ഈ കാണുന്നതാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള ഗ്രാസ് എന്ന് പറയുന്ന നഗരം. ഓസ്ട്രിയയിലെ വിയന്ന കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു വലിയ നഗരമാണ് നമ്മുടെ ഈ ഗ്രാസ് എന്ന് പറയുന്നത്. ഇത് ട്രാമാണ് കേട്ടോ, ഇവിടുത്തെ ട്രാമാണ്. വാട്ട്സ് ദ പോപ്പുലേഷൻ ഓഫ് ഗ്രാസ്? 350,000. ദാറ്റ്സ് ഓൾ. 350,000 ഒക്കെയാണ് കേട്ടോ ഇവിടുത്തെ പോപ്പുലേഷൻ വരുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ മറ്റു ക്രിസ്മസ് മാർക്കറ്റും സംഭവങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ ഭക്ഷണശാലയുടെ ഒപ്പം അതെത്രയാ? 35. എല്ലാത്തിനും നല്ല വിലയാണ്. 3,000 രൂപയൊക്കെയാണ് ഒരു സോക്സിന്, ഒരു പെയറിന്. ഇവിടെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങള്, നല്ല ഭംഗിയുള്ള സോക്സ്. ഭംഗി എനിക്ക് നിനക്ക് വേണ്ടി സോക്സ് വാങ്ങും. എനിക്ക് വേണ്ട, എനിക്കുണ്ട്. നമ്മുടെ ഗ്രാസിന്റെ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് ആണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്ന എല്ലായിടത്തും രാത്രി ലൈറ്റ് ഇടും കേട്ടോ. രാത്രി ലൈറ്റ് ഇടുമ്പോഴാണ് ഈ ഭാഗം എല്ലാം മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ സൈക്കിൾ എടുത്ത് ഇനി വീട്ടിലോട്ട് പോവാം. എവിടെ പോണ്? വീട്ടിലേക്ക് പോവാം. ഞാൻ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി സൈക്കിൾ ഓട്ടി ഒരു സ്ഥലത്ത് പോവാണ്. ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. കരോള ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ പോയി. കരോളയുടെ സ്കൂൾ വൈകുന്നേരം ഇവിടുത്തെ 6 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കേട്ടോ കരോളയുടെ സ്കൂള്. ഇവിടെ നമ്മുടെ ക്രിസ്മസ് ആയതുകൊണ്ട് മനോഹരമായിട്ട് ലൈറ്റൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ എന്ത് മനോഹരം. ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഒരു മാർക്കറ്റല്ല, ജസ്റ്റ് വഴിയൊഴങ്ങിൽ നടക്കാൻ വേണ്ടി വന്നതാണ്. മനോഹരം കേട്ടോ, അടിപൊളി കേട്ടോ. ഇവിടെ ലൈറ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് ഫ്രോഹസ് ഫെസ്റ്റ് എന്നൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ കൂടെ ഞാൻ മാത്രമല്ല, 2 സുഹൃത്തുക്കളുണ്ട്. സേ ഹായ് യോഹാനസ് ബ്രോ. Guten Tag. How are you? Good. How are you doing? Good. So you are traveling around? Let's go. Yes, traveling 2 months. Now we go to Christmas market to drink a Glühwein, you know? Glühwein, yeah? Yes. What's that? Glühwein is hot wine, huh? Oh, okay. Hot wine with some special wheats and stuff. Okay. No, herbs. No. And hi. How are you? Fine, thanks. പുള്ളിക്കാരി ഇവിടുത്തെ കാര്യമാണ് കേട്ടോ, ഗ്രാസിലെ. താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് മീ അറൗണ്ട്. You're welcome. സോ നമ്മളിങ്ങനെ നടന്നു പോവാ. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റുകളാണ്, രാത്രി കാഴ്ചകള്. You wanna say something? No? Okay. മനോഹരം കേട്ടോ. ഇവിടെ കൂടുതൽ ആളുകൾ കുടിക്കാനും ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വരുന്ന ഇടങ്ങളാണ്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചർച്ചും സംഭവങ്ങളൊക്കെ ഉണ്ട്. നൈസ് ആണല്ലേ, നല്ല മനോഹരമായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. നമ്മളിവിടെ എന്തോ കുടിക്കാൻ വേണ്ടി വന്നതാണ്. What is this, bro? This is mixed tea. Mixed tea with orange and some herbs. Some herbs, okay. And what about this? What are you drinking? It's hot red wine. Hot red wine. Herbs and orange and... But this is alcohol. Yes. Okay, so this is the same thing. Yes. Okay. ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഇത്. ഞാൻ കുടിച്ചു നോക്കട്ടെ. This is with alcohol, yeah? No, എന്തൊരു റെഡ് ബുളിന്റെ ഒരു ചവ കേട്ടോ. ഓ ബൈ മാമ, ചാവോ. നമ്മൾ സൈക്കിൾ എടുത്ത് ബൈ യാ യു ടു.
നമ്മൾ സൈക്കിൾ എടുത്ത് ഇതാണ് അടുത്ത ചാവോ നമ്മൾ അടുത്ത യാത്രയ്ക്ക് പോവാണ്. അതായത് ജസ്റ്റ് ഒരു ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു. ട്രെയിൻ എടുത്തിട്ട് കരോള എടുത്തിട്ട് എന്നെ ചോദിക്കാം, കരോള നില്ല് പയ്യെ 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 നില്ല്. നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ എവിടെ പോകുന്നു ഇപ്പോ? നമ്മൾ തേർവലേക്ക് പോകുന്നു. എവിടെ? പൂളിലേക്ക് പോകുന്നു. എവിടെ? സ്ഥലത്തിന്റെ പേര് പറ. പേര് ആ പ്ലേസ് ഓഫ് ദ നെയിം ഓഫ് ദ പ്ലേസ്. കൂവിലേക്ക് പോകുന്നു. അപ്പോ ഇന്ന് എനിക്ക് തണുപ്പ് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് തണുപ്പില്ലാന്ന്. അതിന്റെ കാര്യം ഞാൻ ഇന്ന് കുറേ ഡ്രസ്സ് പുതച്ച് കെട്ടിയിട്ടുണ്ട്. 3 പാൻറ്റാണ് ഇട്ടേക്കുന്നത്. അതാണ്ട് ഗർഭിണി പോലെ ഇരിക്കുന്നതുണ്ടോ? ഗർഭിണിയല്ല, ഞാൻ കുറേ ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നമ്മൾ സൈക്കിൾ ഓട്ടി ഇവിടെ നമ്മുടെ OBB വന്നിട്ടുണ്ട്. OBB, വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് OBB? Österreichische Bundesbahn. ഉസ്രാബോഷി. ഓക്കെ, Viva l'amore. നമ്മൾ സൈക്കിൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇങ്ങനെയാണ് കേട്ടോ നമ്മളിവിടെ സൈക്കിൾ പാർക്ക് ചെയ്യുന്നത്. കരോള സൈക്കിൾ പാർക്ക് ചെയ്യുന്ന കാണിച്ചു തരും. ആദ്യം നമ്മൾ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്താലും മതി. എന്നിട്ട് അതെടുത്ത് പൊക്കി കയറ്റണം. ഇതാ നമ്മളിവിടെ ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. നമ്മളെ കാത്ത് 2 തായ്വാനീസ് സുഹൃത്തുക്കൾ ഇവിടെ നിൽക്കുകയാണ്. ഹലോ, നിഹാവമാ. നമ്മളിനി ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പോവുകയാണ്. ചെറിയ ട്രെയിനാണല്ലോ. നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ടിക്കറ്റ് എടുത്തു കേട്ടോ. അതിന് വരെ 880 രൂപ അടുപ്പിച്ചുണ്ട്. 990 രൂപ, 1000 രൂപ അടുപ്പിച്ചുണ്ട് ഒരു മണിക്കൂർ ട്രെയിനിന്. നമ്മളങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബസ് കയറി നമ്മളൊരു ഹോട്ട് പൂളിലോട്ട് പോവാണ്. അതിനു വേണ്ടിയാണ് കേട്ടോ വന്നത്. നമ്മളങ്ങനെ എവിടെയോ വന്നിട്ടുണ്ട്. നമ്മളെവിടെയാ വന്നേ? നമ്മള് താമനൂലയിൽ വന്ന് ഇതാണ് കേട്ടോ നമ്മുടെ തെർമനോവ. അതായത് നമ്മുടെ അകത്ത് കയറിയപ്പോൾ നല്ലൊരു ചൂട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങാനുള്ള ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് സ്വിമ്മിങ് കോസ്റ്റ്യൂമും സംഭവങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ അങ്ങോട്ടാണ് കേട്ടോ നമുക്ക് പോകാനായിട്ടുള്ളത്. നോവ നമ്മളങ്ങനെ വാച്ച് കിട്ടിയിട്ടുണ്ട്. ബ്രോ, വാട്ട്സ്ആപ്പ്, സേ ഹായ്. വാട്ട്സ് യുവർ നെയിം? എഡ്വേർഡ്. നമ്മുടെ ജോയുടെ ഫ്രണ്ടാണ് കേട്ടോ എഡ്വേർഡ്. തായ്വാൻകാരനാണ്. നമ്മളങ്ങനെ ഫ്രം തായ്വാൻ. നമ്മൾ ബാഗിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. നമുക്ക് കാണാം അല്ലേ? പൂളിൽ കാണാം. നമ്മുടെ ഇതിലാണ് കേട്ടോ ലോക്കും എല്ലാം ഇരിക്കുന്നത്. യെസ്, ലോക്കായി. ഇനി ഞാനിത് വെച്ച് ഇത് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ കേട്ടോ സംഭവം. നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. നമുക്ക് പുറത്തോട്ട് പോകാം. പുറത്ത് താണ്ടെ അവിടെ ആയിട്ടായിട്ട് നമ്മുടെ ചൂടുള്ള ഭാഗമാണ് കേട്ടോ. ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ അല്ലാത്ത നമുക്ക് ഇരിക്കാനും സംഭവങ്ങൾക്കുള്ള ഇടവും സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ സംഭവം. പോവാം. നമ്മൾ ചൂടിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ ഫുള്ള് ആവിയാണല്ലോ. മുഴുവൻ ആവിയല്ലേ? അടിപൊളി കേട്ടോ. അവിടെ നല്ല ചൂട്. ഇവിടെ നമുക്ക് തണുപ്പത്ത് അവിടെ ചൂട് സംഭവങ്ങളൂടെ കിട്ടുന്നുണ്ട്. വെള്ളം അടിപൊളി കേട്ടോ. അടിപൊളി. ഇവിടെ ചെറിയൊരു വാട്ടർ ഫൗണ്ടൈനും സംഭവങ്ങളൊക്കെയാണ്. ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ. ഇവിടെ നമ്മുടെ ജക്കൂസി പോലെയാണ് കേട്ടോ. ഹലോ, വാവ്, ഇറ്റ്സ് ലൈക്ക് ജക്കൂസി. ഇത് കൊള്ളാം കേട്ടോ സംഭവം. ആരെയും കാണാൻ പറ്റും. Now you are visible. No one cannot be seen, no life. ഇതാണ് കേട്ടോ. ഫുൾ ആവി പറക്കുന്നുണ്ട്. ആരെയും കാണാൻ പറ്റുന്നില്ല. ഞാനിനി കുറച്ച് വെള്ളത്തിലോട്ട് പോട്ടെ. ഞാൻ ഫോൺ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പോവാം. നമ്മൾ കുറച്ച് നീരാടിയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ചിപ്സ് കഴിക്കുകയാണല്ലേ? I'm going to eat chips.
ചിപ്സ് കഴിക്കുന്നു. നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഗ്രാസിലോട്ട് പോവാണ്. ഹബീബീസ് ലെറ്റ്സ് ഗോ. നമ്മൾ ഇനി ട്രെയിനിൽ കയറിയിട്ട് ഗ്രാസിൽ പോവാണ്. കൊള്ളായിരുന്നു കേട്ടോ, പക്ഷെ ഭയങ്കര രസമില്ല ഇത്, കുഴപ്പമില്ലായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് വെള്ളത്തിലൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ നിന്നു. അങ്ങനെ ആദ്യമായിട്ടാണ്. ഇറ്റ്സ് യുവർ ഫസ്റ്റ് ടൈം യു ആർ ഹിയറിംഗ് ഹബീബി? Is your first time you are hearing this word? No. Yes, no. From Kaola, I hear it. Yes, Habibi. No, this. കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി വന്നത്. ഇവിടെ ഒരു പലസ്തീൻ്റെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ ഗ്രാസിൽ നടക്കുവാണ്. അപ്പോൾ കരോളയുടെ കൂടെ ഞാൻ അതിന് വന്നതാണ്. ഇവിടെ ആക്ച്വലി കണ്ടില്ലേ, ഇവിടെ പോലീസിൻ്റെ വണ്ടികൾ കണ്ടില്ലേ, കുറേ പോലീസിൻ്റെ വണ്ടികൾ കിടപ്പുണ്ട്. ഇവിടെ ഉള്ള ആളുകളെയും കാട്ടി കൂടുതൽ പോലീസിൻ്റെ വണ്ടികളാണ് കിടക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ ഉള്ള ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷനാണ് പലസ്തീനിന് വേണ്ടി, ഇവിടെ യുദ്ധം നടക്കുന്നതിന് വേണ്ടി. കുറച്ച് അടിപൊളിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയിരുന്നു. ഇവിടെ ഒരു സൈക്കിളിൽ കാണുന്നതല്ലേ, അതായത് ഇവിടെ ആക്ച്വലി ഫ്രം റിവർ ടു ദ സീ പലസ്തീൻ വിൽ ബി ഫ്രീ എന്ന് എഴുതാൻ പറ്റൂല. അതുകൊണ്ട് ഫ്രം ജോർദാൻ ടു മെഡിറ്ററേനിയൻ സീ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നോ വാർ അങ്ങനത്തെയൊക്കെ സംഭവമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഒഫീഷ്യലി അലൗഡ് അല്ല കേട്ടോ. പലസ്തീൻ വിൽ ബി ഫ്രീ ഫ്രം റിവർ ടു ദ സീ എന്ന് എഴുതാനുള്ള ഒരു അവകാശം പോലും ഇല്ല, അത് ബാൻഡാണ്. അതുകൊണ്ടാണ് അവർ ഫ്രം ജോർദാൻ ടു മെഡിറ്ററേനിയൻ സീ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയും കുറച്ച് സൈക്കിളും പിന്നെ ഇതൊക്കെയാണ് കേട്ടോ. സംഭവങ്ങളൊക്കെ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വിറ്റ് കിട്ടുന്ന പൈസ പലസ്തീന് വേണ്ടിയാണ് കേട്ടോ ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ കുറേ പോലീസുകാരുണ്ട്. ൊക്കെ ഒരു പലസ്തീനുകാരനാണ് കേട്ടോ ഈ കാണുന്ന ഈ കൊടി പിടിച്ചിരിക്കുന്നത്. അതായത് പുള്ളിക്കാരന് ഇസ്രായേലിലോടോ പലസ്തീനിലോടോ ജീവിതത്തിൽ ഒരിക്കലും പോകാൻ കഴിയില്ല. കാരണം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫാമിലി എന്ന് പറയുന്നത് പലസ്തീനിൽ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു, അവരുടെ ഫാമിലി ആയിരുന്നു. 1948 ഈ നഗ്ബ വന്നപ്പോൾ, ഇസ്രായേൽ വന്നപ്പോൾ ഈ പലസ്തീനിലുള്ള ആളുകളെ എല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു. അങ്ങനെ ഇവരുടെ ഫാമിലി സിറിയയിലോട്ട് പോയി. അങ്ങനെ സിറിയയിലോട്ട് അഭയാർത്ഥിയായത് പോയി. ഇങ്ങനെയുള്ള അറബ്സിനെ ഒരിക്കലും അവർ ആ രാജ്യത്തോട്ട് 1948 ശേഷം അവിടെ നിന്ന് ഇസ്രായേലുകാർ പലസ്തീനികളെ അടിച്ചോട്ടിച്ച് ആ ഒരു രാജ്യത്തിന് പുറത്തു പോയ, വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്തു പോയ ആൾക്കാരെ പിന്നെ തിരിച്ച് അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിൽ അവരുടെ ന്യായവും ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അവർക്ക് പോകാനായിട്ട് പറ്റില്ല ആ ഒരു സ്ഥലത്തോട്ട്. എന്നത് നമ്മുടെ RKP ആണ്, അതായത് നമ്മുടെ റാഡിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേട്ടോ. അതായത് ഓസ്ട്രിയ Grass is ruled by the communist government? I mean, they have a local communist government, but they don't have a lot of power, you know. They can just decide if they want to build more playgrounds or something. So they are the local communists. So still Grass is ruled by that party? Yeah. Okay, so this party is like different? They're completely different. Oh, start ചെയ്തിട്ടുണ്ട് പരിപാടി. Auftaktkundgebung zur Demonstration. Herzlich willkommen. Diese Demonstration goes with many names und revolutionär kommunistisch As monsters and terrorists. Many colonized people see themselves in the Palestinian movement, in the liberation. എന്തോ സംസാരിക്കാൻ കയറിയിട്ടുണ്ട്. Über die systematische Zerstörung von Bildungseinrichtungen im Gazastreifen sprechen, über die Universitäten und Besatzung und Free, free, Palestine! Lass Gaza leben! Lass Gaza frei! Bombardiert! Israel bombardiert! EU finanziert! EU finanziert! Israel bombardiert! Israel bombardiert! EU finanziert! Boykott! Besatzung stopp! Boykott! Besatzung stopp! Boykott! Besatzung stopp! Boykott! Österreich, warum nochmal? Österreich, warum nochmal? Waffenstillstand jetzt sofort! Waffenstillstand jetzt sofort! Stopp den Völkermord! Stopp! Freiheit! Freiheit für Palästina! Freiheit! Freiheit für Palästina! Freiheit! Freiheit für Palästina! Freiheit für Palästina! Free, free Gaza! Free, free Gaza! Free, free Gaza! Free Palestine! Free, free, free Palestine!
you will rise. Palestine will never die. Palestine will never die. Blood, blood, blood on your hands. Blood on your hands. Israel, you can't hide. Israel, you can't. Genocide. You commission genocide. ഒരാൾ പ്രകോപിക്കാൻ വേണ്ടി വന്നാണ് പോലീസോട്. Free Palestine. Free Palestine. Lass mich Kinder sein. Kinderson. But revolution. Down with the occupation! Down with occupation. Down with occupation. Up with revolution! Diese Massaker, dieser Völkermord. 406. Nieder mit dem Zionismus! Nieder mit dem Zionismus. Viva, viva, viva Palästina! ഡെമോൺസ്ട്രേഷൻ കഴിയാറായി. ഇതിന്റെ ഇടയിൽ ഒരു പോലീസ് ഒരുത്തരം പിടിച്ചോണ്ട് പോകുന്ന കണ്ടില്ലേ? അത് സംഭവം എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ ഒരുത്തൻ വഴിയിൽ നിന്ന് എന്തോ കിടന്ന് തെറി എന്തോ വിളിച്ചു. അപ്പം തന്നെ പോലീസ് ഒരു വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പോലീസുള്ള അവനെ വളഞ്ഞു. അതായത് പ്രകോപനമൊന്നും ഉണ്ടാക്കാതിരിക്കാനാണ് കേട്ടോ. അത് ഭയങ്കര നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ ഇവർക്ക് ഇത് പെർമിഷനൊക്കെ എടുത്തിട്ട് വേണം ഇത് ആക്ച്വലി നടത്താൻ. എപ്പോഴും പെർമിഷൻ കിട്ടാറില്ല. പിന്നെ അന്ന് ജനസൈഡിൻ്റെ സമയത്തൊക്കെ ആദ്യം ജനസൈഡ് പെർമിഷൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഇപ്പോൾ ഇവർ എല്ലാ ആഴ്ചയിലും പരിപാടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജോയില്ലേ, തായ്വാൻകാരില്ലേ, അവള് ജോലി ചെയ്യുന്ന കടയിലോട്ട് വിളിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നത്. എന്നിട്ട് ഒരു ക്രോസന്റും ഒരു കോഫിയും ചായയും കേക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ പാലസ്തീൻ. ഫ്രീ വായിച്ച് എൻ്റെ തൊണ്ടയൊക്കെ വയ്യ കേട്ടോ. തൽക്കാലം കോഫി എടുക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഒരു ഓപ്പറ ഹൗസിലോട്ട് വന്നതാണ് കുറച്ച് മ്യൂസിക് കേൾക്കാൻ വേണ്ടി. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഓപ്പറ ഹൗസ്.
ക്രിസ്മസ് സാന്റ വന്നിട്ട് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓപ്പറയ്ക്ക് വരുന്നത്. ഓപ്പറ ഒരു ചെറിയൊരു സംഭവമായിരുന്നു കേട്ടോ, പക്ഷെ നല്ല രസം കേട്ടോ. ഈ ഒരു ബിൽഡിങ്ങിന് 150 വർഷത്തെ പഴക്കമുണ്ട്. അതിമനോഹരമായിട്ടുള്ള ബിൽഡിങ്, അടിപൊളി. നമ്മൾ മുകളിലത്തെ നിലയിലോട്ട് വന്നിരിക്കുകയാണ്. അതിമനോഹരം കേട്ടോ ഈ ഒരു ഓപ്പറ ഹൗസ്. നമ്മൾ മുകളിലോട്ട് വന്നിട്ടുണ്ട്. വാവ്, ഇതാണ് കേട്ടോ, ഇതാണ് നമ്മൾ ഇതിൻ്റെ താഴെയാണ് നമ്മൾ നിന്നത്. എന്ത് മനോഹരമല്ലേ, ഒരു 150 വർഷത്തെ പഴക്കമുള്ള ഒരു ഓപ്പറ ഹൗസ്. എൻ്റെ അമ്മോ, അടിപൊളി കേട്ടോ, വേറെ ലെവല്. ഇവിടെ രണ്ടുപേരും കൂടെ ഇതാണ്ടേ വൈനൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കരോള പുറത്തുനിന്ന് ആഹാരം കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ ആൾക്കാരെല്ലാം ഇത് ആക്ച്വലി ഇങ്ങനെ ചെയ്യാൻ പാടില്ല കണ്ടോ. നമ്മുടെ ഓപ്പറയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മളിനി തിരിച്ചു പോവാണ് കേട്ടോ. ഇതിനിടയിൽ ഇവർ വൈനൊക്കെ കുടിച്ചുകൊണ്ടിരുന്നു. കരോള ഈ സംഭവമാണ് കേട്ടോ നമ്മുടെ ഫോട്ടോ ബൂത്ത്, പക്ഷേ ക്ലോസ് ആണ്. I'll keep my whole life. Little bit higher. That is, yeah. So, yeah. കൊള്ളാലോ. ഇവിടെ നമ്മുടെ വിൻ്റർ ആകുമ്പോൾ ഐസിൻ്റെ ഇത് സ്കേറ്റിങ്ങിൻ്റെ സംഭവമുണ്ട്, അങ്ങോട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. ഇത് ആക്ച്വലി വേറൊരു ദിവസം വരും. ഇവിടെ ദാ മനോഹരമായിട്ട് എല്ലാവരും ദാ ഐസ് സ്കേറ്റിങ്ങും പരിപാടിയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ്. കുറേ ദിവസത്തെ കട്ട് ചെയ്ത വീഡിയോകളായിരുന്നു ഇന്നത്തെ ഞാൻ ഒറ്റ വീഡിയോ ആക്കിയിട്ടത്. എന്തായാലും ആ സ്കീൻ്റെ ഇതൊക്കെ കണ്ടിട്ടില്ല. റൂമിൽ വന്നു കിടക്കുവാണ് കേട്ടോ, എഡിറ്റ് ചെയ്ത് കിടക്കുവാണ്. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത്. എല്ലാവർക്കും ബൈ.